നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പോലീസ് മർദ്ദനത്തിലെ സമരം പ്രതിപക്ഷം കടുപ്പിക്കും. സഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എല്ലാ സർക്കാരിന്റെ കാലത്തും പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. പോലീസ് വേട്ടയുടെ ദൃശ്യങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. പതിവ് ചട്ടപ്പടി സമരങ്ങൾക്കപ്പുറം പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കടക്കം മാർച്ച് നടത്തി കിട്ടിയ ആയുധത്തിന്റെ മൂർച്ച കൂട്ടാനും കോൺഗ്രസിനായി. തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രിക്ക് മൗനം. ഇതോടെ വിവിധ തലത്തിലുള്ള സമരങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നു. നാളെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കും. പോലീസ് മർദ്ദനങ്ങൾക്കെതിരായ ജനവികാരത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനവും പ്രതിപക്ഷം ഉപയോഗിക്കും. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷ ശ്രമം. സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഇത് ഭരണപരാജയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനവികാരം എതിരാവുന്നത് തിരിച്ചടിയാകുമെന്ന് സർക്കാരും കണക്കുകൂട്ടുന്നു. പോലീസിലെ പുഴുക്കുത്തുകളാണ് പ്രശ്നമെന്നാണ് സർക്കാർ വാദം. പോലീസിൽ എന്നും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഇരകള് രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.